ഇനി പറയാനുള്ളത് 83-ാമത്തെ പേജാണ്. സ്വഭാവോക്തി എന്ന് പറഞ്ഞ അലങ്കാരമാണ്. സ്വഭാവോക്തി എന്ന് പറഞ്ഞ പേരുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന പോലെ സ്വഭാവേന ഉക്തി സ്വഭാവോക്തി തല്ലക്ഷണം എന്ന് പറഞ്ഞിട്ട് പറയാണ്. സ്വഭാവോക്തി, സ്വഭാവേന ഉക്തി എന്ന് പറഞ്ഞാൽ സ്വഭാവം കൊണ്ടുള്ള പറച്ചില്. ആ ജീവി എന്താണോ കുട്ടി കൈയും കാലൂട്ട് അടിച്ച് ചിരിച്ച് സന്തോഷിച്ചിരിക്കുകയാണ് എങ്കിൽ ആ സ്വഭാവം അതേപോലെ വർണ്ണിക്കുകയാണ്. കുട്ടി ഇങ്ങനെ നിലത്തഴിഞ്ഞ് നടക്കുകയാണെങ്കിൽ അതേപോലെ ഇങ്ങനെ വർണ്ണിച്ച് പറയുന്നതാണ് സ്വഭാവോക്തി. ആ വസ്തുവിന്റെ സ്വഭാവം അതേപോലെ വർണ്ണിക്കലും. സ്വഭാവോക്തി സ്വഭാവസ്യ ജാത്യാദിസ്ഥസ്യ വർണ്ണനം. ജാത്യാദിസ്ഥസ്യ എന്ന് പറഞ്ഞാൽ ജാതിക്രിയാ ഗുണസംബന്ധിന. ജാതി ക്രിയ, ജാതി എന്ന് പറഞ്ഞാൽ ഏത് ജാതിയാണ്, മനുഷ്യനാണോ മൃഗമാണോ എന്നുള്ള രീതിയിലാണ്. ക്രിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രിയകളൊക്കെ തന്നെ, ഗുണം അതിൻ്റെ അത് നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ ഒക്കെ സൂചിപ്പിക്കുന്നതാണ്. സംബന്ധിന സ്വഭാവസ്യ വർണ്ണനം സ്വഭാവോക്തി അലങ്കാരം. അതാണ് സ്വഭാവോക്തി അലങ്കാരം. ജാത്യാദിസ്ഥസ്യ എന്ന് പറഞ്ഞാൽ ജാതിക്രിയാ ഗുണസംബന്ധിന, അതിൽ സ്ഥിതി ചെയ്യുന്ന ആ അതിനെപ്പറ്റിയുള്ള വർണ്ണനയാണ് സ്വഭാവോക്തി. എന്നൊരു ഉദാഹരണം പറയാണ്. കുരങ്കൈർ ഉത്തരങ്കാക്ഷൈ സ്തബ്ധകർണൈർ ഉദീക്ഷ്യതയെ. കുരങ്കൈഹി എന്ന് പറഞ്ഞാൽ നോക്കിക്കോളൂ, അതിൻ്റെ ആ കുരങ്ങെന്ന് പറഞ്ഞാൽ മാൻ എന്നുള്ള അർത്ഥമാണ്. ഉത്തരങ്കാക്ഷൈഹി എന്ന് പറഞ്ഞാൽ ചഞ്ചലലോചനൈ, ഇളകുന്ന കണ്ണുകളോടുകൂടി, കണ്ണിങ്ങനെ ദൃഷ്ടി ഇങ്ങനെ എല്ലാ സ്ഥലത്തേക്കും പായിച്ച് ഇളകുന്ന കണ്ണുകളോടുകൂടി, സ്തബ്ധകർണൈഹി നിശ്ചലകർണൈഹി, ചെവിയൊക്കെ ഇങ്ങനെ വട്ടം പിടിച്ച് ചെവി ഇങ്ങനെ അനങ്ങാതെ വെച്ച് കണ്ണിങ്ങനെ പല സ്ഥലത്തേക്ക് ഓടിച്ച്, കുരങ്കൈഹി ഹരിണൈഹി മാനുകളാൽ ഉദീക്ഷ്യതയെ വീക്ഷ്യതയെ കാണുന്നു എന്നർത്ഥം. ഉദീക്ഷ്യത എന്ന് പറഞ്ഞാൽ ഉത്ത് ഈക്ഷ്യതയെ ഉയർന്നു നോക്കിക്കാണുന്നു എന്നർത്ഥം. അത്ര കുരങ്ക സ്വഭാവ വർണ്ണനാത് സ്വഭാവോക്തി അലങ്കാര. ഇവിടെ ആ മാന്റെ സ്വഭാവം അതേപോലെ വർണ്ണിച്ചു എന്നുള്ളതുകൊണ്ട് സ്വഭാവോക്തി എന്നുള്ള അലങ്കാരമാണ്. അത്രേ ഉള്ളൂ. അത് ആ സ്വഭാവോക്തി സ്വഭാവത്തിന്റെ ഉക്തിയാണ്. പിന്നെ പറയാനുള്ളത് വ്യതിരേക എന്ന് പറഞ്ഞ അലങ്കാരം. വ്യതിരേകം എന്ന് പറഞ്ഞാൽ വ്യതിരേകോ നാമ വൈലക്ഷണ്യം, വിലക്ഷണം ആയിട്ട് വരുന്നൊരു കാര്യം. വിലക്ഷണത്തിന്റെ ഭാവം ആണ് വൈലക്ഷണ്യം. ലക്ഷണം എന്ന് പറഞ്ഞാൽ ലക്ഷണയുക്തമായെന്ന് പറഞ്ഞാൽ ഒക്കെ ചേർന്ന് എന്നർത്ഥം. അപ്പൊ വൈലക്ഷണ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ചേരാണ്ടിരിക്കുക, എന്തെങ്കിലും ചിലതൊക്കെ ചേരാണ്ടിരിക്കലും. വ്യതിരേക വി പ്ലസ് അതി പ്ലസ് ഏക, ഒന്ന് മാത്രം അധികം അപ്പുറത്തേക്ക് കടന്നിട്ട് നിൽക്കുക. വി അതി വിശേഷേണ അതിവർത്തതയെ ഏക, ഒരു സാധനം അങ്ങനെ അധികമായിട്ട് മാറി നിൽക്കുക, ചെറിയൊരു വ്യത്യാസം. ഉപമാനാപേക്ഷയാ ഉപമേയസ്യ ആധിക്യ ന്യൂനതായാം അനുഭയാഭാവേ വാ പര്യവസാനാത്. ഇത് മൂന്ന് തരം ഉണ്ടാവുന്ന പറഞ്ഞു. ഉപമേയത്തിന്റെ ആധിക്യം കൊണ്ട്, അല്ലെങ്കിൽ ന്യൂനത കൊണ്ട്, അല്ലെങ്കിൽ അനുഭയഭാവം കൊണ്ട്. അനുഭയാഭാവമല്ല, അനുഭയഭാവം. അനുഭയം എന്ന് പറഞ്ഞാൽ രണ്ടും അല്ലാത്തത് എന്നർത്ഥം. അധികം ഉണ്ടാവില്ല, ന്യൂനായിട്ടും പറയില്ല, കൃത്യമായിട്ട്. ന്യൂനം എന്ന് പറഞ്ഞാൽ കുറവ്. അപ്പൊ അതേപോലെ അതിലെന്താ പറയുന്നത് വെച്ചാൽ അതേപോലുള്ളതായിരിക്കും പറയുന്നത്. പിന്നെ ഈ അടുത്ത പറയാണ്, ലക്ഷണം പറയാണ്, വ്യതിരേകോ വിശേഷശ്ചേത് ഉപമാനോപമേയോ. വ്യതിരേക എന്ന് പറഞ്ഞ അലങ്കാരം വിശേഷ ചെയ്ത്, വിശേഷമുണ്ടെങ്കിൽ വ്യതിരേകമായിരിക്കും. ഉപമാനോപമേയോ, ഉപമാനോപമേയങ്ങൾക്ക് തമ്മിൽ ഒന്നിനെന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ അത് വ്യതിരേകമാണ്. ഉപമാനോപമേയോഹോ ഇതിന്റെ ഉദാഹരണം പറയുമ്പോൾ അധികം മനസ്സിലാവും. ശൈല ഇവോന്നതസ്സന്ത കിന്തു പ്രകൃതി കോമളാഹ. പർവ്വതം പോലെ ഉയർന്നവരാണ് സജ്ജനങ്ങൾ, പക്ഷേ സ്വഭാവോ കിന്തു, എന്നാൽ പ്രകൃതി കോമളാഹ, സ്വഭാവം കൊണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, കോമളന്മാരാണ് എന്നർത്ഥം. പർവ്വതം അതുപോലെയാണോ? അതിന്റെ മുകളൊക്കെ കയറാനൊന്നും കഴിയില്ല, വല്ല കഠിനമായുള്ള പാറക്കെട്ടും അതും സാധാരണക്കാരൻ കയറിയെത്താൻ അതിന്റെ മുകള് കയറാൻ വിഷമാണ്. സജ്ജനങ്ങൾ വളരെ ഉയർന്നവരാണ്, പർവ്വതം പോലെ ഉയർന്നവരാണ്, പക്ഷെ അവരുടെ സ്വഭാവം പ്രകൃതി കോമളമാണ്, ശാന്തസുന്ദരമായിട്ടുള്ള സ്വഭാവമാണ് എന്നർത്ഥം. ഉപമാനോപമയോ വിശേഷ വൈലക്ഷണ്യം വർണ്ണ്യതയെ ചെയ്ത് വ്യതിരേകാലങ്കാര. ഉപമാനോപമയങ്ങൾക്ക് വിശേഷമായിട്ട് വൈലക്ഷണ്യം വർണ്ണിക്കുന്നുവെങ്കിൽ അതാണ്
വ്യതിരേകാലങ്കാരം. സാമ്യമുക്ത വൈധർമ്മ്യം വർണ്ണ്യതേ ചെയ്ത് വ്യതിരേകാലങ്കാര ഇത്യർത്ഥ. സാമ്യമുക്ത, സാമ്യം പറഞ്ഞിട്ട് ഒരേപോലെ ആ സാമ്യം പറഞ്ഞിട്ട് വൈധർമ്മ്യം വർണ്ണ്യതേ ചെയ്ത് വൈധർമ്മ്യം വർണ്ണിക്കുന്നുവെങ്കിൽ അത് വ്യതിരേകാലങ്കാര എന്നാണ് അർത്ഥം. ശൈല ഇവ ഉന്നത എന്ന് ഉദാഹരണം. സജ്ജനാഹ പർവ്വതാഹ ഇവ ഉന്നതാഹ. സജ്ജനങ്ങൾ പർവ്വതം പോലെ ഉയർന്നവരാണ്. ശൈലാഹ ആകാര സന്ത ചിത്തേ ഔന്നത്യയുക്താഹ. ശൈലാഹ ആകാരെ, ശൈലങ്ങള് പർവ്വതങ്ങള് ആകാരം കൊണ്ട് അവർ പർവ്വതത്തിന്റെ ആകാരം കൊണ്ട് ആകൃതി കൊണ്ട് വളരെ വലുതാണ്. സന്ത ചിത്തേ ഔന്നത്യയുക്താഹ. സജ്ജനങ്ങൾ മനസ്സിൽ വളരെ വലിപ്പമുള്ളവരാണ്, ചിത്തത്തിൽ ഔന്നത്യമുള്ള ആളുകളാണ്. അത് നമ്മളത് പറയാൻ തന്നെ മനസ്സിലാവേണ്ടതാണ്. സജ്ജനങ്ങൾ വലിയ ആളുകളാന്ന് പറഞ്ഞാൽ പിന്നെ മനസ്സിൽ ഔന്നത്യം ഉണ്ടെന്നാണല്ലോ അർത്ഥം. കിന്തു സജ്ജനാഹ പ്രകൃത്യാ സ്വഭാവേന കോമളാഹ മൃദുലാഹ. സജ്ജനങ്ങൾ മൃദുലന്മാരാണ്, കോമള സ്വഭാവമാണ്. ശൈലാസു കഠിന ഇതി ഭാവ. ശൈലങ്ങൾ കഠിനമാണ്. പർവ്വതം ശിലയുടെ ഭാവം ആണ് ശൈലം. കുറേ കല്ലുകളുടെ ഭാവം ആണ് ശൈലം. മനസ്സിലായില്ല? അത്ര ഔന്നത്യ സാമ്യമുക്ത പ്രകൃതി കോമളത്വേ വൈധർമ്മ്യവർണ്ണനാൽ വിരയാലങ്കാരം. ഔന്നത്യത്തിൽ സാമ്യം പറഞ്ഞിട്ട് പ്രകൃതി കോമളത്തില് വൈധർമ്മ്യം വർണ്ണിച്ചത് കൊണ്ട് വിരേകാലങ്കാരം. അത്ര ഉപമാനാപേക്ഷയാ ഉപമേയസ്യ ഉത്കർഷം വർണ്ണിത ഇത്യത. ഇവിടെ ഉപമാനത്തിനെ അപേക്ഷിച്ചിട്ട് ഉപമേയത്തിന്റെ ഉത്കർഷം ഉത്കർഷ വർണ്ണിത ഇതി അത. ഉത്കർഷമാണ് വർണ്ണിച്ചിട്ടുള്ളത് അധികം. ഉപമേയത്തിന്റെ ഉത്കർഷമാണ്, ഉപമേയമാണ് വലുത് എന്ന് പറയാണ്. ഉപമേയസ്യ ആധിക്യപര്യവസായിനോ വ്യതിരേകസ്യ ഉദാഹരണം ഇതാണ് വ്യതിരേകത്തിന്റെ ഉപമേയത്തിൽ ആധിക്യമുള്ള വ്യതിരേകാലങ്കാരം. പിന്നെ പറയാണ്, അതിനൊരു ഉദാഹരണം കൂടെ പറയാണ്. പല്ലവത കൽപ്പതരോഹ ഏഷ വിശേഷകരസ്യതേ വീര ഭൂഷയതി കർണവേക പരസ്തു കർണം തിരസ്കുരുതേ. പല്ലവത കൽപ്പതരോഹ, കൽപ്പതരുവിന്റെ കൽപ്പവൃക്ഷത്തിന്റെ പല്ലവങ്ങൾക്ക് തളിരിന് ഏഷ വിശേഷ കരസ്യതയ വീര. രാജാവിന്റെ കൽപ്പവൃക്ഷ തളിര്. പിന്നെ പറയാണ് അതിലൊരു വിശേഷം ഉണ്ടെന്ന് പറയാണ്. രാജാവിന്റെ കൈ എന്ന് പറഞ്ഞാൽ കൽപ്പവൃക്ഷത്തിന്റെ തളിര് പോലെ നല്ല സോഫ്റ്റ് ആയുള്ള കയ്യാണ്. എന്നാലൊരു വിശേഷമുണ്ട്. ഭൂഷയതി കർണമേഘ. കൽപ്പതരുവിന്റെ തളിരില്ല എന്ന് പറഞ്ഞാൽ അത് കർണത്തിന് ചെവിക്ക് അലങ്കാരമാണ് ഒന്ന്. പരസ്തു രാജാവിന്റെ രാജാവിന്റെ കയ്യ് പരസ്തു കർണം തിരസ്കുരുതയെ. മറ്റേ രാജാവിന്റെ കയ്യാണെങ്കിൽ എന്താണ്, കർണനെ തിരസ്കരിക്കുന്നതാണ്. ദാനവീരനായിട്ടുള്ള മഹാഭാരതത്തിലെ കഥാപാത്രം കർണനെക്കാട്ടിലും ഇദ്ദേഹം ദാനം ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഭൂഷയതി കർണമേഘ, ഇതിനാണ് അധിക വിശേഷമുള്ളതെന്നർത്ഥം. കൽപ്പതരുവിനെ ഉപമാനപ്പെടുത്തി രാജാവിന്റെ കയ്യ്. അപ്പൊ കയ്യാണ് കേമം എന്ന് പറയാണ്. പരസ്തു കർണം തിരസ്കുരുതയെ. ഒന്ന് കർണം, ഒന്ന് ചെവിയിൽ അലങ്കാരമായിട്ട് വെക്കാൻ പറ്റും. മറ്റേത് ദാനത്തില് കർണനെ തിരസ്കരിക്കുന്നർത്ഥം. രാജ്ഞ സ്തുതിരിയം, ഇത് രാജാവിന്റെ സ്തുതിയാണ്. ഏ വീര, കൽപ്പതരോഹ കൽപ്പവൃക്ഷസ്യ പല്ലവസ്യ തവ കരസ്യ ച മിഥഃ ഏഷ വിശേഷ അസ്തി. കൽപ്പവൃക്ഷത്തിന്റെ തളിരിനും അങ്ങയുടെ കൈകൾക്കും മിഥഃ എന്ന് പറഞ്ഞാൽ അന്യോന്യം. ഏഷ വിശേഷ അസ്തി, ഒരു വിശേഷമുണ്ട്. ഇതാണ് വിശേഷം. കൽപ്പവൃക്ഷസ്യ പല്ലവ കർണം ഭൂഷയതി. കൽപ്പവൃക്ഷത്തിന്റെ തളിര് ചെവിക്ക് അലങ്കാരമായി വെക്കാവുന്നതാണ്. തവകരസ്തു കർണം രാധേയം ദാനാതിശയേന തിരസ്കുരുതേ. അങ്ങയുടെ കയ്യാവട്ടെ കർണനായിട്ടുള്ള രാധാദേവിയുടെ മകനെ, കർണന്റെ പോറ്റമ്മയാണ് രാധാദേവി. ചെറുപ്പത്തിൽ തന്നെ കർണനെ ഒഴുകിപ്പോണ പെട്ടിയിൽ ഒഴുകിപ്പോയുള്ള ആ കർണനെ
എടുത്തു വളർത്തിയത് രാധ എന്ന് പറഞ്ഞ സ്ത്രീയാണ്. അതുകൊണ്ട് കർണനെ രാധയൻ എന്ന് പറയും. കർണന്റെ ദാനത്തിൽ കർണനെ ഓവർടേക്ക് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ അതാണ് ഈ രാജാവിനോട് പറയാണ്, അങ്ങയുടെ കൈ ധാരാളം ദാനം ചെയ്യുന്നതുകൊണ്ട് അങ്ങ് കർണനെ അങ്ങ് തിരസ്കരിക്കുന്നു, കർണനെ കടത്തി വെട്ടുന്നു എന്നർത്ഥം. അത്ര രാജ്ഞ കരസ്യ കൽപ്പവൃക്ഷ പല്ലവേന സാദൃശ്യം ഉക്വാ. അവിടെ രാജാവിൻ്റെ കയ്യിന് കൽപ്പവൃക്ഷ പല്ലവത്തോട് സാദൃശ്യപ്പെടുത്തിയിട്ട് കർണതിരസ്കാര രൂപം വൈധർമ്മ്യം, കർണനെ തിരസ്കരിക്കുക, മഹാഭാരതത്തിലെ കർണനെ ദാനം കൊണ്ട് തിരസ്കരിക്കുക എന്നുള്ളതുള്ള വൈധർമ്മ്യം പ്രകാശിതം ഇത്യത വ്യതിരേക. അതുകൊണ്ട് തന്നെ വ്യതിരേകാലങ്കാരം അത്രാപി ഉപമാനാപേക്ഷയ ഉപമേയസ്യ ഗുണാധിക്യ വർണ്ണനാസ്തി. രാജാവിൻ്റെ കൈയായിട്ടുള്ള ഉപമേയം ആണ് ഇവിടെ കർണന്റെ കരത്തിനെക്കാട്ടിലും കർണന്റെ കയ്യിനെക്കാട്ടിലും നല്ലതാണ് എന്ന് പറയുന്നത്. മറ്റേ കൽപ്പവൃക്ഷത്തിന്റെ പല്ലവം തളിരില ഉപമാനമാണ്. ഇതാണ് ആ രണ്ട് ഉദാഹരണം. ഏത്? അധികം ഉപമേയത്തിന് അധികം പ്രാധാന്യം കൊടുത്തിട്ട് ഗുണം അധികം ഉണ്ട് എന്ന് പറയുന്നതാണ്. പിന്നെ ന്യൂനത്വ പര്യവസായന വ്യതിരേകസ്യ ഉദാഹരണം. ന്യൂനത്വ പര്യവസായിയായിട്ടുള്ള ന്യൂനത്വത്തിൽ അവസാനിക്കുന്ന വ്യതിരേകത്തിന്റെ ഉദാഹരണം പറയാണ്. വിരഹിയായിട്ടുള്ള നായകൻ ഈ അശോകവൃക്ഷത്തിനോട് പറയാണ്, അശോകത്തിന്റെ മരത്തിനോട് പറയാണ്, രക്തസ്ത്വം നവവല്ലവൈരഹമപി ശ്ലാഘ്യൈ പ്രിയായ ഗുണൈ ത്വാമായാം ദിശിലീ മുഖാ സ്മരധനുർമുക്താസ്തഥാ മാമപി കാന്താപാദതലാഹതിസ്തവ മുദേ തദ്വൻ മമാപ്യാവയോഃ സർവം തുല്യം അശോക കേവലമഹം ധാത്രാ സശോകകൃതഃ. ഈ അശോകവൃക്ഷത്തിനോട് നായകൻ പറയാണ്, ത്വം നവപല്ലവൈഹി രക്തസ്ത്വം, നീ രക്തനാണ്, നീ രക്തവർണ്ണമുള്ളവനാണ്. നവപല്ലവൈഹി, പുതു തളിരുകളെ കൊണ്ട് നീ ഇങ്ങനെ ചുവന്ന് നിൽക്കുക. അഹം പ്രിയായാഹ ശ്ലാഘ്യൈഹി ഗുണൈ രക്ത, ഞാനാണെങ്കിൽ എൻ്റെ പ്രിയ പത്നിയുടെ ശ്ലാഘ്യങ്ങളായുള്ള ഗുണങ്ങളാൻ അനുരക്തനാണ്. രക്തൻ എന്ന് മാത്രം പറയാം അവിടെ. രക്തൻ എന്നുള്ള ബ്രാക്കറ്റിൽ അനുരക്തൻ എന്ന് നമ്മൾ അർത്ഥം മനസ്സിലാക്കണം. ഭ്രമരാഹത്വാം ആയാന്തി, വണ്ടുകൾ നിന്റെ അടുത്തേക്ക് വരുന്നു എന്ന് പറയാണ് രാജാവ്. ഈ അശോകവൃക്ഷ ഈ വിരഹിയായിട്ടുള്ള നായകൻ ഭ്രമരാഹത്വാമായാന്തി, വണ്ടുകൾ നിന്റെ അടുത്തേക്ക് വരുന്നു. കാമകടാക്ഷരൂപാഹ ബാണാഹ മാമപ്യായാന്തി, ഈ ശിലീമുഖങ്ങൾ എന്ന് പറഞ്ഞാൽ വണ്ട് എന്നർത്ഥമുണ്ട്, അസ്ത്രങ്ങൾ എന്നുള്ള അതുകൊണ്ട് അർത്ഥം. കാമത്തിന് എൻ്റെ പ്രിയപത്നിയുടെ കാമ കടാക്ഷ രൂപത്തിലുള്ള ബാണങ്ങൾ എൻ്റെ നേരെയും വരുന്നുണ്ട്. അപ്പോൾ ശിലീമുഖങ്ങൾ നിന്റെ നേരെ വരുന്നുണ്ട്. സ്മരധനുർമുക്താസ്തഥാ മാമപി, സ്മരധനു എന്ന് പറഞ്ഞാൽ കാമദേവന്റെ ബില്ലാണ്. അതിൽ നിന്ന് മുക്തങ്ങളായ, അതിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന എൻ്റെ കാമാസ്ത്രങ്ങൾ, എൻ്റെ നായികയുടെ കാമാസ്ത്രങ്ങൾ എൻ്റെ നേരെ വരുന്നുണ്ട്. കാമകടാക്ഷ രൂപങ്ങളായുള്ള ബാണങ്ങൾ എൻ്റെ നേരെ വരുന്നുണ്ട്. കാന്തായാഹ പാദസ്പർശനം തവ പ്രമോദഹേതു ഭവതി, കാന്തയുടെ പാദസ്പർശനം തവ പ്രമോദഹേതു ഭവതി. കാന്താപാദ സ്ഥല ആഹതിസ്തവ മുതേ, ഈ പുഷ്പങ്ങളൊക്കെ പൂക്കാൻ വേണ്ടിയിട്ട് നല്ല മറ്റേ പതിവ്രതമാരായുള്ള സ്ത്രീകൾ അതിൻ്റെ മരട്ട് പോയിട്ട് ഇങ്ങനെ നൃത്തം വയ്ക്കാറുണ്ട്. അവരെ കാലടികൾ അവിടെ പതിഞ്ഞാൽ പാദതല ആഹതി എന്ന് പറഞ്ഞാൽ അടിയാണ്. അവിടെ കാന്തായാഹ പാദസ്പർശനം തവ പ്രമോദഹേതു ഭവതി, കാന്തയുടെ പാദസ്പർശനം താങ്കൾക്ക് സന്തോഷമുണ്ടാക്കും. ഇയാൾ ആ വൃക്ഷത്തിനോട് പറയാം. അപ്പോൾ അവിടെ പോയിട്ട് ഈ അതിന് പാദതല ആഹതി എന്നാണ് പറയുക. അത് ആ സ്ത്രീകൾ അവിടെ പോയിട്ട്
ചവിട്ടിയിട്ട് അവരെ പാദങ്ങൾ അവിടെ പതിപ്പിച്ചാൽ പുഷ്പങ്ങൾ വേഗം അതൊക്കെ പൂത്ത് വൃക്ഷത്തിന് വളരെ സന്തോഷമാണെന്ന് പറയും. അപ്പം തദ്വത് മമാപി കാന്താഗമനം ഹർഷജനകം ഭവതി. അതേപോലെ എനിക്കും എൻ്റെ കാന്താഗമനം വളരെ, എൻ്റെ പത്നിയുമാർ കൂടിച്ചേരൽ വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഏവം ആവയോഹോ സർവമപി തുല്യമേവ. ഇങ്ങനെ നാം തമ്മിൽ നോക്കുമ്പോൾ രണ്ടും ഒരേപോലെയാണ്, നാം തമ്മിൽ തുല്യമാണ്. എന്നാൽ കിന്തു ത്വം വിധാത്ര അശോക കൃത. ആ വൃക്ഷത്തിൻ്റെ പേര് തന്നെ അശോകം എന്നാണ്, ശോകം ഇല്ലാത്തതാണ്. നീ ബ്രഹ്മാവിനാൽ അശോകനാക്കി ചെയ്യപ്പെട്ടു. അഹം തു സശോക ശോകസഹിത കൃത ഇത് അർത്ഥ. ഞാനാവട്ടെ ശോകത്തോടു കൂടിയവനാക്കി, ശോകസഹിതനാക്കി എന്നെ തീർത്തു. ഞാൻ ദുഃഖത്തോടു കൂടിയവനായി തീർന്നു. ഇവിടെ ഇയാളെ ഭാര്യ വേറൊരു സ്ഥലത്താണ് അർത്ഥം, പത്നി വേറൊരു സ്ഥലത്താണ്, അല്ലെങ്കിൽ കാമുകി വേറൊരു സ്ഥലത്താണ്. അത്ര രക്തത്വം, ശിലീമുഖലക്ഷ്യത്വം, കാന്താപാദ സ്പൃഹയാലുത്വം ഇത്യേതേഷു വർണ്യാവർണയോ സാമ്യമുക്ത. ഇവിടെ ചുവന്ന നിറം അല്ലെങ്കിൽ രക്തത്വം, ശിലീമുഖ ലക്ഷ്യത്വം, വണ്ടുകൾ നേരെ വരുന്നത്, പിന്നെ വണ്ടുകളാവുന്ന അസ്ത്രങ്ങളും അതൊക്കെ പറഞ്ഞിട്ട് കാന്താപാദ സ്പൃഹയാലുത്വം, കാന്തായുടെ പാദങ്ങളിവിടെ കാന്തയുടെ പത്നിമാരുടെ പാദങ്ങളോടുള്ള പാദത്തിനോടുള്ള സ്പൃഹ, ആഗ്രഹം രണ്ടുപേർക്കും ഒരേപോലെ ഉണ്ട്. ഇത്യേതേഷു വർണ്യാവർണയോ സാമ്യമുക്ത. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാർണ്യാവർണ്യങ്ങളിൽ, ഉപമാനോപമയങ്ങളിൽ സാമ്യം പറഞ്ഞിട്ട് അശോകത്വ സശോകത്വ വിഷയേ, അശോകൻ സശോകൻ എന്നുള്ള വിഷയത്തിൽ വൈധർമ്മ്യം ഉക്തം ഇത്യതഃ അത്ര വ്യതിരേകാലങ്കാര. വൈധർമ്മ്യം പറഞ്ഞു ഈ ഒരു വിഷയത്തിൽ മാത്രം, അങ്ങനെ വൈധർമ്മ്യം പറഞ്ഞുകൊണ്ട് വ്യതിരേകാലങ്കാരം. ഉപമേയെ സശോകത്വരൂപം ന്യൂനത്വം വർണ്ണിതം. ഇത് ന്യൂനത്വ പര്യവസായത്വം. മനസ്സിലായല്ലോ? ഉപമേയമാവുന്ന ഇയാൾ നായകൻ സശോകനാണ് എന്ന് പറഞ്ഞിട്ട് ന്യൂനത്വം അവിടെ പറഞ്ഞു. മറ്റവൻ അശോകനാണ്, ആ വൃക്ഷം അശോകനാണ്, ഞാൻ സശോകനാണ് എന്ന് പറഞ്ഞിട്ട് വർണ്ണിതം ഇത് ന്യൂനത്വ പര്യവസായത്വം, ന്യൂനത്വയിൽ പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു. ശരി.